സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഇടതുമുന്നണി സർക്കാരിനെ അധികാരത്തിന്റെ പാന്താവിൽ നിന്ന് മാറ്റി നിർത്തി കേരളത്തിൽ ഒരു സുസ്ഥിര ഭരണം ഉറപ്പുവരുത്താൻ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിച്ചു നിർത്താൻ കോൺഗ്രസിനല്ലാതെ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല എന്ന പ്രഖ്യാപനമാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. 2 തവണ കോൺഗ്രസ് അധികാരത്തിന്റെ പുറത്തു നിന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസ് എന്താണെന്ന് ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. കേരളത്തിൽ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. UDF ഭരിക്കുമ്പോഴാണ് കേരളത്തിൽ ഇത്രത്തോളം വികസനം ഉണ്ടായത്. UDF ഭരിക്കുമ്പോഴാണ് കേരളത്തിലെ സർവ്വജനങ്ങൾക്കും ഭരണത്തിന്റെ സുതാര്യത എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത്, കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത്, കേരളത്തിന്റെ സമഗ്ര രംഗത്തും വികസനത്തിന്റെ പുരോഗതി ഉണ്ടായത് കോൺഗ്രസും UDFും കേരളം ഭരിക്കുമ്പോഴാണ്.